കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമാ സംഘടകരുടെ സംഘടനയായ അമ്മയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ്. കാരണം 3 വർഷം കൂടുംതോറും ഇവരിൽ എല്ലാ മെമ്പേഴ്സിന്റെ കാര്യങ്ങളും തിരഞ്ഞെടുക്കപ്പെടും. അക്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം റിസൾട്ടോടെ തന്നെ പുറത്തു വന്നത്. എന്നാൽ മകൻ മരിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ മീറ്റിങ്ങിന് വരാൻ വളരെയധികം വിഷമിച്ചിരുന്ന സിദ്ദിഖിന്റെ മുന്നിലേക്കായിരുന്നു അമ്മയുടെ സഹപ്രവർത്തകരുടെ ക്ഷണമെത്തിയത്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി സിദ്ദിഖിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. മകൻ മരിച്ചതിന് പിന്നാലെ തൻ്റെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും പേറി നിൽക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് ഒരു മകൻ്റെ സമ്മാനം പോലെ എത്തിയതായിരുന്നു സിനിമാ താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവി. അങ്ങനെ ഇന്നലെ അമ്മ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ സിദ്ദിഖ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. ശരിക്കും പറഞ്ഞാൽ ഋഷൻ മരിച്ചതിന് ശേഷമുള്ള ഏറ്റവും സന്തോഷപ്പെട്ട വാർത്ത. അവൻ ആഗ്രഹിച്ചതായിരിക്കാം. അവൻ്റെ ഉപ്പയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം ലഭിക്കണമെന്ന് അവൻ അതിയായ മോഹമുണ്ടായിരുന്നിരിക്കാം. സിനിമയെ നന്നായി സ്നേഹിക്കുന്നൊരു വ്യക്തി തന്നെയായിരുന്നു സാപ്പിക്കുഞ്ഞ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉപ്പയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം ലഭിക്കണമെന്ന് അവൻ അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന കാലത്ത് സാപ്പിക്കുഞ്ഞ് അവരുടെയും ആരാധകൻ തന്നെയാണ്. അക്കൂട്ടത്തിലാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. മലയാള സിനിമാ താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് ഏറ്റെടുത്തപ്പോൾ അത് മകൻ സാപ്പിക്കുഞ്ഞിൻ്റെ അനുഗ്രഹമാണെന്ന് പറയുന്നു. അവനെ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി നോക്കിയത് അവൻ്റെ ഉപ്പയാണ്. അവൻ പോകുന്ന സമയം അവൻ്റെ ഉപ്പയ്ക്ക് നല്ലൊരു സമ്മാനം നൽകിയിട്ടാണ് അവൻ പോയത്. അവൻ പോകുന്ന സമയം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സമ്മാനം ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിയായ സിദ്ദിഖ് താരസംഘടനയുടെ താക്കോൽ സ്ഥാനം എത്തുന്നത് ഇന്നലെ എല്ലാവരും കണ്ടിരുന്നു. എനിക്ക് വേണ്ട എന്നും എനിക്കിത് സന്തോഷിക്കാനാകില്ല എന്നും സിദ്ദിഖ് പറഞ്ഞു ഒഴിഞ്ഞു മാറിയെങ്കിലും എല്ലാവരും പറഞ്ഞു ഇത് മകൻ തന്നെ തരുന്ന ഒരു അനുഗ്രഹമായി കാണണമെന്ന്. മകൻ നിങ്ങൾക്ക് തരുന്ന ഒരു പാരിതോഷികമാണ്. മകനെ 37 വർഷവും നന്നായി നോക്കിയ ഒരു ഉപ്പ. സാധാരണ തന്നെ ഭിന്നശേഷി കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ചൈൽഡ് കുട്ടികളെ മാറ്റി നിർത്തുന്ന മാതാപിതാക്കളാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതൊരു ശാപമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മാതാപിതാക്കളെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലൊരു മാതാപിതാവേ അല്ലായിരുന്നു സിദ്ദിഖ്. അമ്മ മരിച്ചതിനു ശേഷം അവനെ പൊന്നുപോലെ നോക്കി. പിന്നീട് 2 മക്കളുണ്ടായപ്പോഴും ആ മക്കളും അതുപോലെ തന്നെ സിദ്ദിഖ് നോക്കുന്നത് പോലെ നോക്കി. കാരണം സിദ്ദിഖ് അത്രമാത്രം താഴെ വയ്ക്കാതെയായിരുന്നു സാപ്പിക്കുഞ്ഞിനെ കൊണ്ടു നടന്നത്. സിദ്ദിഖ് എവിടെ പോയാലും മുൻപന്തിയിൽ തന്നെ സാപ്പിയെ നിർത്തും. ആരെ മുന്നിലും മാറ്റി നിർത്തില്ല. സാപ്പിയെ കൊണ്ടുവരണ്ട എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കല്യാണത്തിന് കുടുംബം പോകത്തുമില്ല. പിന്നീട് ഒരിക്കലും സംസാരിക്കുകയുമില്ല. തങ്ങളുടെ മകൻ തങ്ങൾക്ക് ഭാരമല്ല, ആർക്കും ഭാരമാവുകയും ചെയ്യരുത്. നാട്ടുകാരുടെ ഒക്കെ പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പിക്കുഞ്ഞ്. കടയിലൊക്കെ എത്തി പലഹാരങ്ങളൊക്കെ വാരിക്കഴിക്കാൻ സാപ്പിക്കുഞ്ഞിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തൊക്കെ അവൻ കഴിച്ചാലും കൃത്യമായി മാസത്തിൽ കണക്ക് തീർത്താണ് സിദ്ദിഖ് മടങ്ങുക. കൃത്യം കാശ് 2 കടയിലുമായി കൊടുക്കും. ഒന്ന് സാധാരണ പീടികയും ഒന്ന് ചായപ്പീടികയും. അവിടെ എത്തി സാപ്പിക്കുഞ്ഞിന് എന്തൊക്കെ ആവശ്യമുള്ളത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാശെല്ലാം സിദ്ദിഖ് കൃത്യമായി കണക്ക് പോലെ തന്നെ തീർക്കാറുണ്ട്. ചിലത് കൂടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അതൊക്കെ നൽകിയതിന് ശേഷമാണ്, അവനെ പൊന്നുപോലെ നോക്കിയതിന് ശേഷമാണ് അവൻ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴ്പ്പെട്ടത്. അതിൻ്റെ സങ്കടം സിദ്ദിഖിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നിരുന്നാലും അതവൻ്റെ സമ്മാനമായി കണ്ട അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവി ആദരവപൂർവ്വം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സിദ്ദിഖ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.